ലേവ്യ പുസ്തകം അധ്യായം 20. വിശുദ്ധതയും ഉത്തരവാദിത്വവും. പ്രിയ സഹോദരങ്ങളെ, ഇന്നത്തെ ധ്യാനം ലേവ്യ പുസ്തകം അധ്യായം 20 ആധാരമാക്കിയാണ്. ഈ അധ്യായത്തിൽ ദൈവം തൻ്റെ ജനങ്ങൾക്ക് വിശുദ്ധ ജീവിതത്തിൻ്റെ ഗൗരവവും ഉത്തരവാദിത്വവും ഓർമ്മിപ്പിക്കുന്നു. ചില ഗുരുതരമായ പാപങ്ങൾക്കായി കഠിനമായ ശിക്ഷകൾ ഇവിടെ വ്യക്തമാക്കുന്നു. വിഗ്രഹാരാധന, അനാചാര ബന്ധങ്ങൾ, മന്ത്രവാദം എന്നിവ ദൈവത്തിന് അപ്രിയമായവയാണ്. ദൈവം പറയുന്നു, ഇത്തരത്തിലുള്ള പാപങ്ങൾ സമൂഹത്തെയും മലിനമാക്കുന്നു. അതിനാൽ അവയെ ശക്തമായി ഒഴിവാക്കണം. ഈ അധ്യായത്തിലെ പ്രധാന സന്ദേശം ദൈവം തൻ്റെ ജനങ്ങളെ വേർതിരിച്ചവരായി വിളിക്കുന്നു. രണ്ടാമതായി, വിശുദ്ധ ജീവിതം ഒരു തിരഞ്ഞെടുപ്പ് മാത്രമല്ല, അത് ഒരു ഉത്തരവാദിത്തമാണ്. ദൈവം വീണ്ടും പറയുന്നു, നിങ്ങൾ വിശുദ്ധരായിരിക്കണം, ഞാൻ നിങ്ങളെ വേർതിരിച്ചവനാകുന്നു. അത് നമ്മെ ഓർപ്പിക്കുന്നത് നമ്മൾ ലോകത്തിന്റെ വഴികളിലല്ല, ദൈവത്തിന്റെ വഴികളിലാണ് നടക്കേണ്ടത്. പാപം ചെറിയ കാര്യമല്ല, അതിന്റെ ഫലം ഗൗരവമേറിയതാണ്. പക്ഷെ ദൈവം നമ്മളെ ശിക്ഷിക്കാൻ മാത്രമല്ല വിളിക്കുന്നത്, അവൻ നമ്മെ വിശുദ്ധ ജീവിതത്തിലേക്ക് നയിക്കാൻ ആഗ്രഹിക്കുന്നു. പുതിയ നിയമത്തിൽ ദൈവത്തിന്റെ കൃപയാൽ നമ്മൾ പാപത്തിൽ നിന്ന് മോചിതരാകുന്നു. ദൈവം നമ്മെ ഒരു പുതിയ ജീവിതത്തിലേക്ക് വിളിക്കുന്നു. പ്രിയരെ, നമ്മൾ ദിവസേന നമ്മുടെ ജീവിതം പരിശോധിക്കണം. ദൈവത്തിന് പ്രസാദകരമായ വഴിയിൽ നടക്കാൻ തീരുമാനിക്കണം. ഇന്ന് നാം നമ്മോട് തന്നെ ചോദിക്കേണ്ട ചോദ്യം, എൻ്റെ ജീവിതം ദൈവത്തിൻ്റെ വിശുദ്ധതയെ പ്രതിഫലിപ്പിക്കുന്നുണ്ടോ? നമുക്ക് ഇങ്ങനെ പ്രാർത്ഥിക്കാം: ദൈവമേ, ഞങ്ങളെ സത്യത്തിൽ ഉറപ്പിച്ച് വിശുദ്ധ ജീവിതത്തിലേക്ക് നയിക്കണമേ. ആമേൻ. ദൈവം നിങ്ങളെ ധാരാളമായി അനുഗ്രഹിക്കട്ടെ.